സദഖല്ലാഹുൽ അലിയ്യുൽ അദീം. ബഹുമാന്യരായ സഹോദരീ സഹോദരന്മാരെ, അള്ളാഹു റബ്ബുൽ ഇസ്സത്തിൻ്റെ കൽപ്പനാ നിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്ന് എന്നോടെന്ന പോലെ നിങ്ങളോടും ഉപദേശിക്കുകയാണ്. ഊസിക്കും വഹിയായ ബിത്തഖ്വല്ലാഹ്. അള്ളാഹു മനുഷ്യന് നൽകിയ സമാധാനത്തിൻ്റെയും സന്തോഷത്തിൻ്റെയും ജീവിതമാർഗമാണ് ഇസ്ലാം എന്നത് നാം ആവർത്തിച്ച് ഓർമ്മിപ്പിക്കപ്പെടുന്ന ഒരു കാര്യമാണ്. നിങ്ങൾ ഏതളവിൽ നിങ്ങളുടെ ജീവിതം അള്ളാഹുവിൻ്റെ അനുസരണത്തിലും അവനോടുള്ള കീഴ്വണക്കത്തിലും വിധേയപ്പെടുത്തുന്നുവോ ആ തോതിൽ നിങ്ങൾക്ക് സന്തോഷമുണ്ടാകും. ദീൻ എന്ന് പറയുന്നത് മരണത്തിന് ശേഷം വരാനിരിക്കുന്ന ഒരു കാലത്തെക്കുറിച്ച വ്യാമോഹങ്ങളാണ് മനുഷ്യന് നൽകുന്നത് എന്ന് മതവിരുദ്ധ പക്ഷത്തു നിന്നുള്ള ആളുകൾ പറയാറുണ്ട്. ഇസ്ലാമിനെ സംബന്ധിച്ചിടത്തോളം ബാധകമല്ല ആ വിമർശനം. കാരണം മനുഷ്യൻ്റെ ഇഹലോകത്തെ ജീവിതവും പരലോകത്തെ ജീവിതവും, അല്ലെങ്കിൽ ജീവിതമെന്ന് പറയുന്ന ഒരു ഏകകം, ഒരു സിംഗിൾ എൻറ്റിറ്റി സന്തോഷത്തിൽ തന്നെ ആയിരിക്കണം, സമാധാനത്തിൽ തന്നെ ആയിരിക്കണം എന്നാണ് ഇസ്ലാം ഉദ്ദേശിക്കുന്നത്. മൻ അമില സ്വാലിഹൻ മിൻ ദക്കരിൻ ഔ ഉൻസ വഹുവ മുഅ്മിനുൻ ഫലനുഹിയന്നഹു ഹയാത്തുൻ തയ്യിബ. സൂറ നഹ്ലിലെ 97-ാമത്തെ ആയത്താണ്. ആര് സ്ത്രീയോ പുരുഷനോ ആവട്ടെ വിശ്വാസിയായിക്കൊണ്ട് സൽക്കർമ്മങ്ങൾ അനുഷ്ഠിക്കുന്നുവോ അവന് നാം നല്ലൊരു ജീവിതം, മെച്ചപ്പെട്ട ജീവിതം നൽകും. വലനജ്സിയന്നഹും അജ്റഹും ബിഅഹ്സനി മാ കാനൂ യഅമലൂൻ. അവൻ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന മെച്ചപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് പകരമായി അവന് നാം പ്രതിഫലം നൽകും. തൗറാത്തിലും ഇഞ്ചീലിലും വിശ്വസിച്ച മുൻകഴിഞ്ഞു പോയ ആളുകളോട് പറഞ്ഞതിനെ സംബന്ധിച്ച് അള്ളാഹു പറയുന്ന സൂറ മായിദയിലെ 66-ാമത്തെ ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, ലാഅകലു മിൻ ഫൗഖിഹിം വമിൻ തഹ്തി അർജുലിഹിം. വിശ്വാസത്തിൻ്റെ ഭാഗമായിക്കൊണ്ട് അള്ളാഹു അവർക്ക് മുകളിൽ നിന്നും താഴെ നിന്നും വിഭവങ്ങൾ അരുളും എന്ന് പറയുന്നുണ്ട്. ദീനുൽ ഇസ്ലാം എന്ന് പറയുന്നത് മനുഷ്യന് സമാധാനം നൽകാനുള്ള, സന്തോഷവും ആശ്വാസവും നൽകാനുള്ള ഒരു ജീവിതമാർഗമാണ്. കാരണം മനുഷ്യരെല്ലാവരും തേടിക്കൊണ്ടിരിക്കുന്നത് അതാണ്. നിരന്തരമായ അസ്വസ്ഥതകളിലൂടെയാണ് മനുഷ്യൻ്റെ ജീവിതം മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അതിനാൽ വിശുദ്ധ ഖുർആൻ പരിചയപ്പെടുത്തുന്ന വിശ്വാസത്തിൽ നിന്ന് ഉളവാകുന്ന ജീവിതാവസ്ഥയെക്കുറിച്ച് ചില പ്രയോഗങ്ങളുണ്ട്. അതിൽപ്പെട്ട ചിലതാണ് സക്കീനത്ത്, അമ്ന് എന്നൊക്കെ പറയുന്ന കാര്യം. വിശുദ്ധ ഖുർആൻ്റെ സവിശേഷമായ ആശയങ്ങളിലൊന്നാണ് സക്കീനത്ത്. ശാന്തത, സമാധാനം, ആശ്വാസം എന്നൊക്കെ നിങ്ങൾക്ക് അതിൻ്റെ ആശയങ്ങളെ വിവർത്തനം ചെയ്യാവുന്നതാണ്. ഹിജറയുടെ സന്ദർഭം നമുക്കറിയാം. ശത്രുക്കൾ ഓടിച്ചതിനെ തുടർന്ന്, അവിടെ നിൽക്കാൻ സമ്മതിക്കാതിരുന്നതിനെ തുടർന്ന് അള്ളാഹുവെ മാത്രം ആധാരമാക്കിക്കൊണ്ട് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയും അവിടുത്തെ ഉറ്റ അനുചരൻ അബൂബക്കർ റളിയല്ലാഹു അൻഹു പോകുന്ന സമയത്ത് അനുസ്മരിച്ചുകൊണ്ട് പിന്നീട് തബൂക്കിൻ്റെ വേളയിൽ വിശുദ്ധ ഖുർആൻ ഇറങ്ങുന്നുണ്ട്. നിങ്ങളോട് അള്ളാഹുവിൻ്റെ റസൂൽ സഹായം ആവശ്യപ്പെട്ടിട്ട് നിങ്ങളതവന് കൊടുക്കുന്നില്ലെങ്കിൽ പ്രശ്നമില്ല. കാരണം നിങ്ങളാരും സഹായിക്കാനില്ലാത്ത ഒരു ഘട്ടത്തിൽ അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ അനുചരനും മാത്രമായിരിക്കെ അവരെ സഹായിച്ചവനാണ് നാം. അതിനാൽ അവരെ സഹായിക്കാൻ, അദ്ദേഹത്തെ സഹായിക്കാൻ നാം തന്നെ മതിയായവനാണ് എന്ന അർത്ഥത്തിൽ പറയുന്ന ആയത്ത് നമുക്ക് സൂറ തൗബയിൽ ഇല്ലാ തൻസുറുഹു ഫഖദ് നസറഹു അല്ലാഹു ഇദ് അഖ്റജഹു അല്ലദീന കഫറൂ സാനിയ ഇസ്നൈൻ. അവർ രണ്ടുപേരുമായി ഇദ്ഹുമാ ഫിൽ ഗാരി, ഗുഹയിലെത്തിയ സന്ദർഭം, അവരുടെ സമൂഹം അവരെ പുറത്താക്കിയതിൻ്റെ ഫലമായിക്കൊണ്ട് അന്ന് അള്ളാഹു അവരെ സഹായിച്ചിട്ടുണ്ട്. നിങ്ങളിപ്പോൾ അവരെ സഹായിക്കുന്നില്ലെങ്കിലും ഇത് യഖൂലു ലി സാഹിബിഹി ലാ തഹ്സൻ. അന്ന് പ്രവാചകൻ തൻ്റെ അനുചരനോട് പറഞ്ഞു, താങ്കൾ വിഷമിക്കേണ്ടതില്ല, ദുഃഖിക്കേണ്ടതില്ല, ഇന്നല്ലാഹ മഅനാ. അത് പറഞ്ഞപ്പോൾ എന്താ സംഭവിക്കുന്നത്? ഫഅൻസലല്ലാഹു സകീനതഹു അലൈഹി വഅയ്യദഹു ബിജുനൂദിൻ ലം തറൗഹ. അള്ളാഹു അവൻ്റെ സക്കീനത്ത്, അവൻ്റെ ശാന്തത പേടിച്ചു പോകുന്ന ആ സന്ദർഭത്തിൽ കൊടുക്കുന്നതിനെക്കുറിച്ചാണ് ഇവിടെ സക്കീനത്ത് എന്ന് പറയുന്നത്. ഇതുപോലെ ബൈഅത്തുർ റിദ്വാൻ്റെ സന്ദർഭം നമുക്കറിയാം. ഹുദൈബിയയിൽ ആളുകൾ തമ്പടിക്കുകയും മക്കയിലേക്കുള്ള പ്രവേശം മുശ്രിക്കുകളായ ആളുകൾ നിഷേധിക്കുകയും ചെയ്ത സമയത്ത്
വിവരങ്ങൾ അറിയാനും അന്വേഷിക്കാനും പോയ ഉസ്മാൻ റളിയല്ലാഹു അൻഹു കൊല്ലപ്പെട്ടിരിക്കുന്നു എന്ന് തന്നെ മുസ്ലിം പക്ഷം തീർച്ചപ്പെടുത്തിയ സമയത്ത് തങ്ങളുടെ പരിമിതമായ വിഭവങ്ങൾ ഉപയോഗിച്ച് അവരെ എതിരിടുക തന്നെ ചെയ്യുമെന്ന് പ്രവാചകനും അനുചരന്മാരും ഒന്നിച്ച് പ്രതിജ്ഞ ചെയ്ത സന്ദർഭത്തെക്കുറിച്ച് സൂറ ഫത്ഹിൽ ആയത്ത് നമ്പർ 18 അല്ലാഹു പറയുന്നു, ലഖദ് റളിയല്ലാഹു അനിൽ മുഅ്മിനീന ഇദ് യുബായിഉനക തഹ്ത അഷ്ജറ. ആ മരത്തിൻ്റെ അടിയിലിരുന്ന് അള്ളാഹുവിനോട്, അള്ളാഹുവിൻ്റെ റസൂലിനോട് വാഗ്ദാനം ചെയ്ത ആളുകളുണ്ടല്ലോ, അള്ളാഹു തൃപ്തിപ്പെട്ടിരിക്കുന്നു അവരെ. ഫഅലിമ മാ ഫി ഖുലൂബിഹിം, അവരുടെ ഹൃദയങ്ങളിലുണ്ടായിരുന്നത്, മനസ്സിലുണ്ടായിരുന്നത് എന്താണ് എന്ന് നാം അറിയുന്നുണ്ട്. അങ്ങേയറ്റത്തെ ടെൻഷനിലായിരുന്നു യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചത്, എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്നതിനെ സംബന്ധിച്ച്. ഫഅൻസല സക്കീനത അലൈഹി, അപ്പോഴും അള്ളാഹു ഇറക്കി എന്ത്? സക്കീനത്ത്, ശാന്തത. ഈ ശാന്തത, സക്കീനത്ത് എന്നൊക്കെ പറയുന്നത് ഇങ്ങനെ ജീവിതത്തിലെ മരണത്തെ മുഖാമുഖം കാണുന്ന സന്നിഗ്ധ ഘട്ടത്തിൽ മാത്രം ആവശ്യമുള്ളതല്ല, മറിച്ച് ജീവിതത്തിൻ്റെ മുഴുവൻ ഘട്ടങ്ങളിലും മനുഷ്യൻ ആഗ്രഹിക്കുന്നതാണ്. അത് സൂറ റൂമിൽ സാധാരണ നിക്കാഹിൻ്റെ സന്ദർഭത്തിലൊക്കെ നമ്മൾ പാരായണം ചെയ്യാറുള്ള ഒരായത്തിലും ഈ ആശയം നമുക്ക് വരുന്നത് കാണുവാൻ കഴിയും. അള്ളാഹുവിൻ്റെ ദീനിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് അത് കേവലം സിദ്ധാന്തങ്ങളോ ആശയങ്ങളോ അല്ല, മറിച്ച് ഈ പറയപ്പെടുന്ന ആശയങ്ങൾ, ഐഡിയാസ് മഹിതമാണ് എന്നിരിക്കെ തന്നെ അത് ഉണ്ടാകാൻ വേണ്ടുന്ന ചില സ്ട്രക്ചറുകളും ഘടനകളും അള്ളാഹു മനുഷ്യനായി ഇറക്കി തന്നിട്ടുണ്ട്. പ്രവാചകൻ നമുക്കായി സല്ലല്ലാഹു അലൈഹി വസല്ലം പരിചയപ്പെടുത്തി തന്നിട്ടുണ്ട്. ഉദാഹരണം, നമസ്കാരത്തെക്കുറിച്ച് നിങ്ങൾ ആലോചിച്ച് നോക്കൂ. ഒരർത്ഥത്തിൽ വളരെ പേഴ്സണലായിട്ടുള്ള ഒരു കാര്യമാണ് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം. അവനും അള്ളാഹുവും തമ്മിലുള്ള മുനാജാത്ത്, അഭിമുഖ സംഭാഷണം എന്ന് പറയുന്നത് എത്ര പ്രൈവസിയിൽ നമ്മൾ അനുഷ്ഠിക്കുന്നുവോ ഒരുപക്ഷെ അത്രയും ഭക്തി ഒരുപക്ഷെ നമുക്ക് തോന്നിയേക്കാം. പക്ഷേ ഇസ്ലാമിൻ്റെ തൂണ് എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന, ഇമാദുദ്ദീൻ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന നമസ്കാരം സംഘടിതമായിക്കൊണ്ടാണ് മനുഷ്യൻ നിർവഹിക്കേണ്ടത് എന്ന് വെച്ചിട്ടുണ്ട്. കാരണം ആ ഈമാൻ്റെ, വിശ്വാസത്തിൻ്റെ പരിപോഷണം നടക്കേണ്ടത് കേവലം വ്യക്തി എന്ന അർത്ഥത്തിലല്ല, മറിച്ച് അതിനൊരു ഘടന വേണം. ഒരു ഇമാമത്തിന് കീഴിൽ അത് പ്രതിഷ്ഠിക്കപ്പെടണം, അത് സ്ഥാപിക്കപ്പെടണം. അങ്ങനെ ആളുകൾ ഒരുമിച്ച് കൂടിക്കഴിയണം, അവർ തമ്മിൽ കാണണം. ഒരാളെ പള്ളിയിൽ കണ്ടില്ലെങ്കിൽ എന്താണ് അയാൾക്ക് സംഭവിച്ചത് എന്നത് സംബന്ധിച്ച് ഒരു ആശങ്കയും അന്വേഷണവും മുസ്ലിം സമൂഹത്തിൽ ഉണ്ടാകണം. ഇങ്ങനെ ഒരു ഘടനയാക്കി അതിനെ വളർത്തിയിരിക്കുന്നു. അതുപോലെ സവിശേഷമായ വളരെ പ്രധാനപ്പെട്ട ഒരു ഘടനയാണ് കുടുംബം എന്ന് പറയുന്നത്. മുസ്ലിം സമൂഹത്തെ സംബന്ധിച്ചിടത്തോളം കുടുംബത്തെക്കുറിച്ച് പറയുന്നിടത്താണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച സൂറ റൂമിലായത്, വമിൻ ആയാതിഹി അൻ ഖലഖ ലക്കും മിൻ അൻഫുസികും അസ്വാജൻ ലിതസ്കുനു ഇലൈഹാ, നിങ്ങൾക്ക് നിങ്ങളിൽ നിന്ന് തന്നെയുള്ള ഇണകളെ അവൻ സൃഷ്ടിച്ചു തന്നിരിക്കുന്നത്, നിങ്ങൾക്കുണ്ടാക്കി തന്നിരിക്കുന്നത് നിങ്ങൾ സമാധാനപൂർവം ഒത്തുചേരേണ്ടതിനാണ്. മനുഷ്യൻ സമാധാനപൂർവം ഒത്തുചേരുമ്പോൾ അതിൽ അസ്വസ്ഥത അനുഭവിക്കുന്ന ഒരാളുണ്ട്, അല്ലെങ്കിൽ ഒരാളും അയാളുടെ സംഘവുമുണ്ട്. ആരാണ് എന്നുള്ളതിൻ്റെ മറുപടി കൃത്യമാണ്, പിശാചാണത്, ഇബിലീസാണത്. കാരണം അവന് മനുഷ്യനോട് പകയുണ്ട്, ആദമിൻ്റെ മക്കളോട് അടങ്ങാത്ത രോഷമുണ്ട്, അവനൊരിക്കലും സമാധാനം അനുഭവിക്കുന്നവനായിക്കൂടാ എന്ന് അവന് നിർബന്ധമുണ്ട്. അതിനാൽ മനുഷ്യന് സമാധാനത്തിനായി അള്ളാഹു നിശ്ചയിച്ചു തന്ന ഈ ഒരു ആധാരത്തെ എങ്ങനെ പൊളിക്കണം എന്നുള്ളത്, എങ്ങനെ തകർക്കണം, അതിൻ്റെ വില എങ്ങനെ ഇല്ലാതാക്കണം, കുടുംബത്തെക്കുറിച്ച് നിരന്തരമായ അസ്വസ്ഥതകൾ കുടുംബജീവിതത്തിൽ ഏർപ്പെടാൻ പോകുന്ന ആളുകളിൽ എങ്ങനെ ഉണ്ടാക്കണം, ഓൾറെഡി ഏർപ്പെട്ട് കഴിഞ്ഞ ആളുകളിൽ ഇതൊന്നും ശരിയാവുകയില്ല എന്നൊരു തോന്നൽ എങ്ങനെ ഉണ്ടാക്കണം എന്നുള്ളത് ഇബിലീസിൻ്റെയും അവരുടെ അനുയായികളുടെയും വളരെ വലിയൊരു വിഷയമാണ് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. കുടുംബം എന്ന് പറയുന്നത് വല്ലാത്ത ഒരു അനുഗ്രഹമാണ് അള്ളാഹുവിൻ്റെ. ദമ്പതികൾ നൽകുന്ന പരസ്പര സമാധാനം, ഞാൻ നേരത്തെ പറഞ്ഞ സക്കീനത്ത്, ആ സക്കീനത്തിലൂടെ ഉണ്ടാകുന്ന ഇഴുകിച്ചേരൽ നൽകുന്ന സന്താനങ്ങൾ, ആ സന്താനങ്ങളിലൂടെ കുടുംബം തലമുറകളിലേക്ക് വളർന്ന് അതങ്ങനെ പൂത്തുലഞ്ഞുകൊണ്ടിരിക്കുകയാണ് എന്നാണ് സാധാരണ നമ്മൾ പറയുക. ഒരുപക്ഷെ ഭദ്രമായ കുടുംബ ജീവിത ഘടനകളിൽ വിശ്വസിക്കുന്ന ആളുകളാണ്, അതിലേക്ക് ജനിച്ചു വീണ ആളുകളാണ് നമ്മളൊക്കെ. സ്വാഭാവികമായും അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാമെങ്കിലും നമ്മൾ ഇതിനകത്താണ് ഉള്ളത്.
എത്ര പ്രശ്നമുള്ള കുടുംബങ്ങളിലും എന്തെങ്കിലും ഒരു പൊതുപ്രശ്നത്തെ നേരിടേണ്ടി വന്നാൽ കുടുംബങ്ങൾ ഒന്നിച്ചു നിൽക്കുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. എന്തെങ്കിലും അപകടമോ ദൗർഭാഗ്യമോ സംഭവിച്ചാൽ നമ്മുടെ സങ്കടം ഷെയർ ചെയ്യുന്നതിന് വേണ്ടി ധാരാളക്കണക്കിന് ആളുകളുണ്ടാകുന്നു എന്നുള്ളത് നമ്മുടെ അനുഭവമാണ്. നമ്മുടെ സന്തോഷം, നമ്മുടെ വിവാഹങ്ങൾ, പരിപാടികൾ എത്ര ചെറുതാക്കാൻ ഉദ്ദേശിച്ചു കഴിഞ്ഞാലും കുടുംബത്തിലുള്ള ആളുകളെ മാത്രം പങ്കെടുപ്പിച്ചാൽ തന്നെ 500 ആളുകളോ 1000 ആളുകളോ ആയിപ്പോകുന്ന ഒരു അത്ഭുതത്തിൻ്റെ അനുഭവം കൂടിയാണ് യഥാർത്ഥത്തിൽ കുടുംബം എന്നുള്ളത് നമുക്കറിയാം. അതിനാൽ നമ്മെ സംബന്ധിച്ചിടത്തോളം അതൊരു ടേക്കൺ ഫോർ ഗ്രാൻഡഡ് തിങ് ആണ്. എന്ന് പറഞ്ഞാൽ സ്വാഭാവികമായി അതുണ്ടാകും എന്ന് നമ്മൾ വിചാരിക്കുന്നു. അതിനാൽ അത് ആസ്വദിക്കാൻ കഴിയാത്ത ആളുകളുടെ നിർഭാഗ്യത്തെക്കുറിച്ച്, അല്ലെങ്കിൽ ഇത്തരമൊരു ഘടന ഇല്ലാതായാൽ ഉണ്ടാകാൻ പോകുന്ന പ്രശ്നങ്ങളെക്കുറിച്ച് പലപ്പോഴും നമുക്ക് വേണ്ട അളവിൽ ബോധമുണ്ടാകാറില്ല. അതോടൊപ്പം ഞാൻ നേരത്തെ പറഞ്ഞ പിശാചിൻ്റെ ആക്രമണങ്ങൾ കൂടി വന്നു കഴിയുമ്പോൾ എന്ത് സംഭവിക്കുന്നു? നിരന്തരമായ ആക്രമണത്തിന് ഈ സ്ഥാപനം നേരിടുന്നു. കുടുംബമെന്ന് പറയുന്നത് വലിയ പ്രശ്നമാണ് എന്ന തോന്നലുണ്ടാകുന്നു. വിവാഹം കഴിക്കാൻ പോകുന്ന ആളുകൾ അതിലേക്ക് പ്രവേശിക്കുന്നത് എത്ര വൈകിപ്പിക്കാമോ എന്നതിനെക്കുറിച്ച് ആലോചനകൾ നടത്തുന്നു. സ്വാഭാവികമായും നമ്മുടെ നാട്ടിലെ സാമൂഹ്യ ഘടനയനുസരിച്ച് വിവാഹത്തെ തുടർന്ന് കുടുംബത്തിൻ്റെ സ്ഥാപനമെന്ന് പറയുന്നത് നടക്കുന്നത് വിവാഹത്തിലൂടെയാണല്ലോ. അതിൻ്റെ സ്ഥാപനത്തിൻ്റെ 1-ാം തീയതി മുതൽ തനിക്ക് അന്യമായ മറ്റൊരു പരിസരത്തേക്കും കുടുംബത്തിലേക്കും പോയി താമസിക്കേണ്ടി വരുന്നത് പെൺകുട്ടികളാണ്, സ്ത്രീകളാണ് എന്നതിനാൽ അവരെ സംബന്ധിച്ചിടത്തോളം ആശങ്കയും ആധിയും അതേക്കുറിച്ച് കൂടുതൽ ഉണ്ടാകുന്നുണ്ട്. ആ വിഷയം യഥാർത്ഥത്തിൽ നമ്മൾ അഡ്രസ്സ് ചെയ്യപ്പെടേണ്ടതുണ്ട്. കുടുംബങ്ങൾക്കകത്ത് പലപ്പോഴും ഇത്തരം ആശങ്കകൾ പങ്കുവെച്ച് കഴിഞ്ഞാൽ വേണ്ട അളവിൽ അതിനെ പരിഗണിക്കാതിരിക്കുന്ന അവസ്ഥ പെൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഉണ്ടാവുകയും, അതിനാൽ ആദ്യം കിട്ടുന്ന ചാനൽ മൈക്കിന് മുന്നിൽ നിന്നുകൊണ്ട് തന്നെ ഈ ഘടന ഭയങ്കര പ്രശ്നമാണ് എന്ന് പറയുന്ന അവസ്ഥ മുസ്ലിം സമൂഹത്തിൽ തന്നെ ഉണ്ടാവുകയും ചെയ്യുന്ന ഒരവസ്ഥ ഉണ്ട് എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. ഇബിലീസ് കുടുംബത്തെ തകർക്കാൻ ശ്രമിക്കുന്നു എന്ന് ഞാൻ നിങ്ങളോട് പറഞ്ഞു. അതിനർത്ഥം ഇബിലീസും അവൻ്റെ അനുയായികളും പാൻറ്റും ഷർട്ടുമിട്ട് നമ്മുടെ കുടുംബത്തിൽ വന്ന് പ്രശ്നങ്ങളുണ്ടാക്കുന്നു എന്നല്ല. മറിച്ച് ഇബിലീസിന് അനുകൂലമായ ഒരു സാഹചര്യം നമ്മളിലൂടെ ഉണ്ടാക്കുന്നതിൽ അവൻ വിജയിക്കുന്നു എന്നുള്ളതാണ്. പണ്ഡിതന്മാർക്കും നേതാക്കന്മാരായ ആളുകൾക്കും കുടുംബത്തിലെ നായകന്മാർക്കുമൊക്കെ ആശങ്കയാണ് യഥാർത്ഥത്തിൽ എന്താണ് സംഭവിച്ചു കൊണ്ടിരിക്കുന്നത്. മുമ്പ് നമ്മൾ കേൾക്കാതിരുന്ന പുതിയ പുതിയ കാര്യങ്ങൾ, ആലോചിക്കാൻ പോലും ധൈര്യമില്ലാത്ത ചില ചോദ്യങ്ങൾ അതുണ്ടായിക്കൊണ്ടിരിക്കുന്നു. ആ യാഥാർത്ഥ്യത്തെ, ആ റിയാലിറ്റിയെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനം. അതിനാൽ ഇപ്പോഴത്തെ ചെറുപ്പക്കാരായ തലമുറയ്ക്ക് മാത്രമായി പ്രത്യേകിച്ച് എന്തെങ്കിലും പ്രശ്നമുള്ളത് കൊണ്ട് നമ്മുടെ കുടുംബം അപകടത്തിലാകുന്നു. അത് സവിശേഷമായി തന്നെ പെൺകുട്ടികൾ വിവാഹത്തിന് സമ്മതിക്കാത്തത് കൊണ്ടും വൈകിക്കുന്നത് കൊണ്ടും മാത്രം പ്രശ്നമുണ്ടാകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് കാര്യങ്ങൾ എളുപ്പമാണ്. ഉത്തരവാദിത്തങ്ങൾ മറ്റുള്ള ആളുകളുടെ ഷോൾഡറിലാണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മൾക്ക് ഒന്നുമില്ല. പലപ്പോഴും ഉപദേശങ്ങളുടെയും ഖുത്ബകളുടെയും ഒക്കെ ഒരു പ്രശ്നം, അതിൽ നൽകപ്പെടുന്ന കാര്യങ്ങൾ, നല്ല നല്ല കാര്യങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ നമ്മുടെ ഇമേജ് അല്ല നമുക്ക് ഓർമ്മ വരിക എന്നുള്ളതാണ്. നമ്മൾക്ക് മറ്റു ചിലരുടെ ഇമേജുകളാണ് നമ്മൾക്ക് ഓർമ്മ വരിക. അതിനാൽ ഒരിക്കൽ കൂടി ഞാൻ നിങ്ങളെ ഓർമ്മിപ്പിക്കുന്നു, ഈ ഒരു സാമൂഹ്യാവസ്ഥയുണ്ട് എന്നുള്ളത് ഒരു വലിയ കാര്യമാണ്. മുസ്ലിം സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത, അതിൻ്റെ ഏറ്റവും വലിയ ഐശ്വര്യം, അതിൻ്റെ ഏറ്റവും വലിയ ഭാഗ്യമെന്ന് പറയുന്നത് ഇപ്പോഴും അള്ളാഹുവിൻ്റെ അനുഗ്രഹത്താൽ പോറലില്ലാതെ നിൽക്കുന്ന, അപ്പോൾ ഞാൻ മാർജിൻ എടുക്കുന്നു, പ്രശ്നങ്ങളുണ്ട് ഇല്ല എന്നല്ല, പക്ഷേ ഇപ്പോൾ പോലും അതൊരു പ്രശ്നമല്ലാത്ത അവസ്ഥയിൽ നിലനിൽക്കുന്ന നമ്മുടെ കുടുംബഘടനയാണ്. അതിനാൽ അതിലേക്ക് കയറാൻ നമ്മൾ വഴി പിശാചിന് ഒരിടമുണ്ടായിക്കൂടാ എന്നുള്ളത് നമ്മൾ ഉറപ്പിക്കുക എന്നുള്ളതാണ് നമ്മുടെ ദൗത്യം. അതിനാൽ മുതിർന്നവരായ ആളുകൾ, വിവാഹത്തിലേക്ക് ഏർപ്പെടാൻ പോകുന്ന ആൺകുട്ടികളായ ആളുകൾ, പെൺകുട്ടികളായ ആളുകൾ, അവർക്കെല്ലാവർക്കും ഇതിൽ അവരുടേതായ ഉത്തരവാദിത്വം നിർവഹിക്കാനുണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. കുട്ടികൾ ഉന്നയിക്കുന്ന പ്രശ്നം, കുടുംബത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങളിങ്ങനെ കൂടുമ്പോൾ ഇമ്പമുണ്ടാകുന്നതാണ് എന്നൊക്കെ പ്രാസമൊപ്പിച്ച് പറയുന്നുണ്ടല്ലോ. പക്ഷേ നമ്മൾ കാണുന്ന കുടുംബങ്ങൾ അത്ര ഇമ്പമുള്ളതല്ലല്ലോ എന്നതാണ് തങ്ങളുടെ അനുഭവം എന്നവർ പറയുമ്പോൾ
ആ അനുഭവത്തെ, ഓരോരുത്തരുടെയും അനുഭവത്തെ നമുക്ക് നമ്മുടെ തിയറികൾ കൊണ്ട് നിഷേധിക്കാൻ കഴിയുന്നതല്ല. അതിനാൽ മുതിർന്ന ആളുകളുടെ ഒരു ഉത്തരവാദിത്വം, ഒരുപാട് മുതിർന്ന് കുട്ടികളൊക്കെ വിവാഹപ്രായം എത്തിയതിന് ശേഷമല്ല, വളരെ ചെറുപ്പത്തിൽ തന്നെ നമ്മൾക്ക് മക്കളുണ്ടായിക്കൊണ്ടിരിക്കുന്ന സന്ദർഭത്തിൽ തന്നെ ദമ്പതികൾ ആവർത്തിച്ചോർക്കേണ്ടുന്ന ഒരു കാര്യം, തങ്ങളുടെ പെരുമാറ്റം കാരണം, തങ്ങളുടെ പരസ്പരമുള്ള ആദരവില്ലായ്മ കാരണം കുടുംബമെന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ സ്ഥാപനത്തെക്കുറിച്ച് ഒരു ബഹുമാനക്കുറവ് നമ്മുടെ മക്കളിലുണ്ടായിക്കൂടാ, നമ്മുടെ കുടുംബത്തിലുണ്ടായിക്കൂടാ എന്നുള്ള ഒരു തീർച്ചയാണ്. പെൺകുട്ടികൾ ചോദിക്കുന്നു, ഈ പറയുന്നതൊക്കെ ശരി തന്നെ, പക്ഷേ ഈ ആൺകുട്ടികളുടെ കാര്യം എന്താണ്? അവരുടെ കൂടെയാണല്ലോ നമ്മൾ വിവാഹിതരായി ജീവിക്കേണ്ടത്. വിവാഹാന്വേഷണങ്ങൾക്ക് നമ്മൾ നടത്തുമ്പോൾ തറവാട് നല്ലതാണ്, കുടുംബം കുഴപ്പമില്ല, ബാപ്പയും ഉമ്മയുമൊക്കെ പള്ളിയിലോ ഖുതുബക്കോ ജുമാക്കോ ഒക്കെ ഹാജരാകുന്നുണ്ട്. പക്ഷേ എൻ്റെ കൂടെ ജീവിതം നയിക്കേണ്ടുന്ന അവൻ്റെ അവസ്ഥ എന്താണ് എന്നുള്ളതിന് ആരാണ് ഉത്തരം തരിക എന്നുള്ളത് ഗൗരവതരമായ ചോദ്യമാണ്. അതിനാൽ രക്ഷിതാക്കളായ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, പെൺകുട്ടികളുടെ വിവാഹത്തെ സംബന്ധിച്ച് മാത്രമല്ല നമ്മൾക്ക് ആധി ഉണ്ടാകേണ്ടത്. മക്കളെന്ന് പറയുന്നത് വിവാഹ മാർക്കറ്റിലേക്ക് മാത്രമായി നമ്മളെ വളർത്തിയെടുക്കുന്നവരല്ല. കാരണം മരിച്ചു പോയി കഴിഞ്ഞാലും കാലാകാലം നമുക്ക് ഉപകാരപ്പെടേണ്ടവരാണ് നമ്മുടെ മക്കൾ എന്നുള്ള രീതിയിൽ അവരെ വളർത്തുന്നതോടൊപ്പം തന്നെ ഇവിടെ എൻ്റെ അടുത്തുണ്ട്, എൻ്റെ കുടുംബത്തിലുണ്ട് നിങ്ങൾക്ക് കുഫുവത്ത ഒരു ബന്ധം. കള്ള് കുടിക്കുകയില്ല എന്നും മയക്കുമരുന്ന് ഉപയോഗിക്കുകയില്ല എന്നും ഉറപ്പിച്ച് പറയാവുന്ന ഒരു മകൻ എൻ്റെ കയ്യിലുണ്ട് എന്ന് പറയാവുന്ന വിധത്തിലുള്ള ആൺകുട്ടികളുടെ ശിക്ഷണങ്ങൾ കൂടി യഥാർത്ഥത്തിൽ നമ്മുടെ കുടുംബഘടനയുടെ ഭാഗമാകേണ്ടതുണ്ട് എന്ന് എനിക്ക് ആവർത്തിച്ച് നിങ്ങളെ ഓർമ്മപ്പെടുത്തേണ്ടതുണ്ട്. ഞാൻ പറയുന്നത്, ആൺകുട്ടികളുടെ കാര്യത്തിൽ അവർക്ക് വിദ്യാഭ്യാസമൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നീട് അവരങ്ങ് വളർന്നുകൊള്ളും എന്ന് വിചാരിക്കുന്ന പഴയ സാമൂഹ്യ സാഹചര്യമല്ല ഇപ്പോഴുള്ളത്. ചോയ്സുകളുള്ളത് ഏതെങ്കിലും ഒരു പ്രത്യേക ലിംഗത്തിൽപ്പെട്ട ആളുകൾക്കല്ല. 1990-കൾക്ക് ശേഷം നമ്മൾ മുസ്ലിം കമ്മ്യൂണിറ്റിയിൽ നൽകിക്കൊണ്ടിരിക്കുന്ന വിദ്യാഭ്യാസത്തിൻ്റെ തോതനുസരിച്ച് തന്നെ ലോകത്തെക്കുറിച്ച് ചിന്തിക്കാനും ആലോചിക്കാനുമുള്ള ശേഷി ആൺകുട്ടികളും പെൺകുട്ടികളും ഒരുപോലെ നേടിക്കഴിഞ്ഞിട്ടുണ്ട് എന്നുള്ളത് നമ്മളറിയണം. അതിനാൽ ചോയ്സ് ഇല്ലാതിരുന്ന പഴയ കാലഘട്ടത്തെ അതിജയിച്ചുകൊണ്ട് നമ്മുടെ പെൺകുട്ടികൾ മുന്നോട്ട് വന്ന ഒരു സാഹചര്യത്തിൽ അവരുടെ ജെന്യുവിനായിട്ടുള്ള ആശങ്കകളെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് എന്ന് നമ്മൾ അറിയണം. മുസ്ലിം സമൂഹത്തിൽ പൗരോഹിത്യമില്ല എന്നാണ് തിയറി, എന്നാണ് വെപ്പ്. പക്ഷേ ജീവിതം പ്രയാസപ്പെടുത്തുന്നിടത്ത് പലപ്പോഴും പുരോഹിതന്മാർ എന്ന വാക്ക് ഒരു മുസ്ലിം കോണ്ടെക്സ്റ്റിൽ ഉപയോഗിക്കുന്നത് അശ്ലീലമാണ് എന്നതിനാൽ ഞാനത് ഉപയോഗിക്കുന്നില്ല. പക്ഷേ മതത്തിൻ്റെ നേതൃത്വം വഹിക്കുന്ന ആളുകൾ, കാരണവന്മാരായ ആളുകളൊക്കെ പ്രത്യക്ഷപ്പെടുന്ന ചില സന്ദർഭങ്ങളുണ്ട്. ജീവിക്കുമ്പോൾ എങ്ങനെ ജീവിച്ചു കഴിഞ്ഞാലും കുഴപ്പമില്ല, അപ്പോഴില്ലാത്ത പരിധികൾ മയ്യത്ത് കാണുന്നിടത്ത് അത് കഴിഞ്ഞ് നമസ്കരിക്കുന്നിടത്ത് കൊണ്ടുവരുന്ന ആളുകളുണ്ട്. മയ്യത്ത് നമസ്കരിക്കാൻ അനുവദിക്കുകയില്ല. അതിന് തങ്ങളുടെ കർമ്മശാസ്ത്രത്തിൻ്റെ ഏതോ അടരുകൾക്കിടയിൽ നിന്ന് അവർ എടുത്തു കൊണ്ടുവരുന്ന ചില കാര്യങ്ങളുണ്ടാകുന്നു. കഴിഞ്ഞ ആഴ്ചയുണ്ടായ ഒരു അനുഭവം ഞെട്ടിച്ചതാണ് എന്നെ. ഒരു രണ്ട് സ്ത്രീകൾ വന്ന് പറഞ്ഞു, ഞങ്ങൾക്ക് മയ്യത്ത് നമസ്കരിക്കണമെന്ന്. അപ്പോൾ അവിടെ കൂടിയിരിക്കുന്ന 2-3 ആളുകൾ പറഞ്ഞു, സ്ത്രീകൾക്ക് നിർബന്ധമില്ലല്ലോ എന്ന്. പറഞ്ഞത് കേട്ടാൽ നമ്മൾ വിചാരിക്കും അവിടെ കൂടിയ 400-500 ആണുങ്ങളെല്ലാവരും അവർക്ക് നിർബന്ധമായതിൻ്റെ പേരിൽ വന്നതാണ് എന്ന്. നമ്മൾക്കറിയാം, മയ്യിത്ത് നമസ്കാരം എന്ന് പറയുന്നത് ഫർള് കിഫായിയാണ്, സാമൂഹ്യമായ ഉത്തരവാദിത്തമാണ്. ഏതെങ്കിലും 1-2 ആളുകൾ നിർവഹിച്ചു കഴിഞ്ഞാൽ തീരുന്ന ഒരു ഉത്തരവാദിത്തമാണ്. പിന്നെ എന്തിനാണ് ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ 500 ആളോ 1000 ആളോ ആളുടെ ബന്ധത്തിനനുസരിച്ച് കൂടുന്നത്? കാരണം മരിച്ച ആളോട് അവർക്കൊരു വ്യക്തിപരമായ അടുപ്പമുണ്ട്. അല്ലാതെ നമ്മളാരും മരിച്ചിടത്ത് പോയി ബാക്കി ആളുകളുണ്ടല്ലോ, ഞാൻ നിസ്കരിക്കേണ്ടതില്ല, ബാധ്യത വീടിക്കോളും എന്ന് നമ്മൾ കരുതാറില്ല. പക്ഷെ സ്ത്രീയുടെ വിഷയം വരുമ്പോൾ മാത്രം എന്തുകൊണ്ട് ഇങ്ങനെയൊരു നിർബന്ധത്തിൻ്റെയും നിർബന്ധമില്ലായ്മയുടെയും ഒരു പ്രശ്നമുണ്ടാകുന്നു എന്ന് വരുന്നിടത്താണ് പുരോഹിതന്മാരായ ആളുകൾ പലപ്പോഴും മതത്തിൻ്റെ നിയമങ്ങളെ പുരുഷാധിപത്യപരമായി വളച്ചു കെട്ടിയിരിക്കുന്നത് വലിയ പ്രശ്നമുണ്ടാക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടത്. അതിനാൽ നമ്മുടെ വീടുകളിൽ നമ്മൾക്ക് കുട്ടികൾക്ക് കാണിച്ചു കൊടുക്കേണ്ടതുണ്ട്. മരണങ്ങൾ നടന്നു കഴിഞ്ഞാൽ പുരുഷന്മാരായ ആളുകൾക്ക് മാത്രം നിർവഹിക്കാനുള്ളത്, തൻ്റെ പ്രിയപ്പെട്ടവർ, മക്കൾ, സഹോദരങ്ങൾ, മാതാപിതാക്കൾ ഇവരൊക്കെ മരണപ്പെട്ടു പോകുന്ന സമയത്ത്
അവർക്ക് വേണ്ടി ഒരു അന്തിമ പ്രാർത്ഥനയ്ക്ക് അനുവദിക്കാത്ത ഒരു മതമെന്ന് പറയുന്നത് എന്താണ് തങ്ങളോട് ചെയ്യുന്നത് എന്ന് ആലോചിക്കുന്നവരാണ് പെൺകുട്ടികൾ എന്നുള്ള ബോധ്യവും നമ്മൾക്കുണ്ടാകേണ്ടതുണ്ട്. മരണവീടുകളിൽ പലപ്പോഴും ഇങ്ങനെ സംഭവിക്കുന്നതിൻ്റെ ഒരു കാര്യം, മരിച്ച വീട്ടുകാർക്ക് ആ സമയത്ത് പ്രത്യേകമായ ഒരു മാനസികാവസ്ഥയിലായിരിക്കും. അതിനാൽ അവർക്കൊരു ഡിസിഷൻ പറയാൻ കഴിയില്ല, തീരുമാനം പറയാൻ കഴിയുകയില്ല, പ്രത്യേകിച്ചും മത നേതൃത്വം വഹിക്കുന്ന ആളുകൾ ഇങ്ങനെ പറയുന്നത്. അതിനാൽ നമ്മുടെ സാമൂഹ്യമായ ഉത്തരവാദിത്തമാണ് നമ്മുടെ ബന്ധങ്ങളിൽ ഇത്തരം അവസരങ്ങളുള്ള സമയത്ത് നമ്മൾ അതിന് നേതൃത്വം കൊടുത്തുകൊണ്ട് നമ്മുടെ സ്ത്രീകൾക്ക് അനുവദിച്ചു കൊടുത്ത അവകാശങ്ങൾ അവർക്ക് കിട്ടുന്നു എന്ന് ഉറപ്പുവരുത്തുക എന്നുള്ളത്. അതിനാൽ നമ്മുടെ കുടുംബഘടനകൾ ഇതിനനുസരിച്ച് മാറുക, നമ്മളുടെ മതനേതൃത്വങ്ങൾ ഇതിനനുസരിച്ച് മാറുക. കുടുംബങ്ങളോട് എനിക്ക് പറയാനുള്ളത്, നമ്മുടെ ജീവിതത്തിൽ നിന്നുകൊണ്ട് മുതിർന്നവരോട് പറയാനുള്ളത്, നമ്മുടെ പ്രായം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ നമ്മുടെ വിസ്ഡം കൂടിക്കൂടി വരും. തീർച്ചയായും നമ്മുടെ ബോധ്യം, ജീവിതത്തിലെ ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾക്കുണ്ടാകും. അത് ശരിയാണ് എന്നതോടൊപ്പം തന്നെ കാലഘട്ടത്തിൽ വന്നുകൊണ്ടിരിക്കുന്ന സാമൂഹ്യമായ മാറ്റങ്ങളെ നമ്മൾ കാണാതിരുന്നുകൂടാ എന്നുള്ളതാണ്. അതിലെത്രത്തോളമാണ് ദീനിയായി നമ്മൾക്ക് ഉൾക്കൊള്ളാൻ കഴിയുക, ആ അളവിൽ ദീനിനെ വിശാലമാക്കി കൊടുക്കാൻ നമുക്ക് കഴിയേണ്ടതുണ്ട്. അതിനാൽ നമ്മുടെ ആത്മകഥകൾ അവരുടെ ജീവിതങ്ങളിലേക്ക് വായിച്ചു കൊടുക്കുന്നതിന് പകരം വന്നുകൊണ്ടിരിക്കുന്ന മാറ്റങ്ങൾ എന്താണ് എന്നുള്ളത് അറിയുകയും അതിനോട് പോസിറ്റീവായി പ്രതികരിക്കാൻ കഴിയുകയും ചെയ്യുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതിനാൽ പഠിക്കാനുള്ളത് ചെറുപ്പക്കാരായ ആളുകൾക്ക് മാത്രമല്ല, മുതിർന്ന ആളുകൾക്കും പഠിക്കാനുണ്ട്. കാരണം മാറിക്കൊണ്ടിരിക്കുന്ന സാമൂഹ്യ സാഹചര്യത്തിനനുസരിച്ച് നമ്മുടെ വരും തലമുറയെ അള്ളാഹുവിൻ്റെ ദീനിൽ തന്നെ ഉറപ്പിച്ചു നിർത്തുക എന്നുള്ളത് നമ്മുടെ വ്യക്തിപരമായ ഒരാവശ്യം കൂടിയാണ്. കാരണം ഞാനും നിങ്ങളും ജീവിതത്തിൽ അനുഷ്ഠിക്കുന്ന ദീന് നമ്മുടെ മയ്യത്തിനോടൊപ്പം തന്നെ വീട്ടിൽ നിന്ന് അകന്നു പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കൂടല്ലോ. അതിനാൽ ആ അർത്ഥത്തിലുള്ള പരിശീലനം അവിടെ നൽകപ്പെടുന്നു. ചെറുപ്പക്കാരായ ആളുകളുണ്ട്. എനിക്ക് പറയാനുള്ളത്, ചില യാഥാർത്ഥ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുക എന്നുള്ളതാണ്. റിയൽ ലൈഫ് എന്നുള്ളത് നമ്മൾ അറിയണം. ഷോർട്സിൽ കാണുന്നതല്ല ജീവിതമെന്ന് പറയുന്ന അനന്തതയിലേക്ക് നീളുന്ന ഒരു കാര്യത്തിൻ്റെ സന്തോഷങ്ങൾ തീരുമാനിക്കുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. കുടുംബം ഒരു സാമൂഹ്യ സ്ഥാപനമാണ്. ഒന്നിൽ കൂടുതൽ ആളുകൾ അടിസ്ഥാനപരമായി തന്നെ അതിൽ ഉൾക്കൊണ്ടിരിക്കുന്നു. അത് വലുതാകുന്നതിനനുസരിച്ച് ആളുകൾ ഇങ്ങനെ കൂടും, സ്റ്റേക്ക് ഹോൾഡേഴ്സിൻ്റെ എണ്ണം കൂടും, കാര്യങ്ങളിൽ അഭിപ്രായം പറയുന്ന ആളുകളുടെ എണ്ണം കൂടും. അത് കുടുംബത്തിൻ്റെ ഒരു സ്വാഭാവികതയാണ്. മുതിർന്ന ആളുകൾ മറ്റുള്ള ആളുകളുടെ കാര്യത്തിൽ അഭിപ്രായം പറയുമ്പോൾ ദീൻ തങ്ങൾക്ക് അനുവദിച്ച അവകാശങ്ങളിൽ വെച്ച് തന്നെയാണോ ഈ അഭിപ്രായം പറയുന്നത് എന്ന് പരിഗണിക്കുന്നതോടൊപ്പം തന്നെ ആളുകൾ പരസ്പരമുള്ള സൗഹൃദത്തിൻ്റെയും ബന്ധത്തിൻ്റെയും ഭാഗമായി ആളുകൾ അഭിപ്രായം പറയും എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കണം. സഹപ്രവർത്തകരായ ആളുകൾ ചോദിക്കുന്ന ചോദ്യങ്ങളെ തമാശയായി നമ്മൾ എടുക്കും. വിവാഹപ്രായമെത്തിയ ആളുകളോട് ചിലപ്പോൾ നമ്മുടെ കമ്പനികളിൽ, നമ്മളുടെ ജോലി സ്ഥലങ്ങളിൽ, കോളേജുകളിലൊക്കെ ചോദിക്കാറുണ്ട്, എന്താണ് വിവാഹത്തിൻ്റെ പരിപാടി, കല്യാണം കഴിക്കാൻ പ്ലാനില്ലേ എന്ന് ചോദിക്കും. വിവാഹിതരായ ആളുകളാണെങ്കിൽ എന്തായി, വിശേഷമൊന്നുമില്ലേ എന്ന് അന്വേഷിക്കും. മനുഷ്യൻ സ്വാഭാവികമായി ചോദിക്കുന്ന ചോദ്യങ്ങളാണ് അതൊക്കെ. പക്ഷെ അതൊക്കെ സൗഹൃദ വലയത്തിലായി കഴിയുമ്പോൾ അതെല്ലാം തമാശയായി എടുക്കുകയും അതെല്ലാം ഉൾക്കൊള്ളാൻ കഴിയുകയും ചെയ്യുന്ന നമ്മുടെ ചെറുപ്പം, കുടുംബത്തിലെ വല്യുമ്മയോ അമ്മായിയോ ഒക്കെ എന്താ മോളെ കല്യാണമൊക്കെ വേണ്ടേ, കല്യാണം കഴിച്ചവരോട് വിശേഷമൊന്നും ആയില്ലേ എന്ന് ചോദിക്കുന്ന മുറക്ക് തന്നെ അത് ഞാൻ ആ റീലിൽ കണ്ട ടോക്സിക് അമ്മായിയാണല്ലോ ഇത്, ടോക്സിക് ഗ്രാൻഡ്മയാണല്ലോ ഇത് എന്നൊരു ബോധം നമ്മൾക്ക് വരികയാണ്. ഞാനതിൽ ചെറുപ്പക്കാരെ കുറ്റം പറയുകയില്ല. പക്ഷെ അവരോർക്കേണ്ടുന്ന കാര്യം, കുടുംബമെന്ന് പറയുന്ന അള്ളാഹുവിൻ്റെ മഹത്തായ അടയാളത്തെ വെല്ലുവിളിച്ചുകൊണ്ടുള്ള നിരന്തരമായ പ്രബോധനങ്ങളുടെ സാഹചര്യത്തിലാണ് നമ്മൾ ജീവിക്കുന്നത് എന്നുള്ളത് ചെറുപ്പക്കാരായ ആളുകൾ മനസ്സിലാക്കണം. കഴിഞ്ഞ ദിവസം ശ്രീധർ വെമ്പുവിൻ്റെ പ്രസ്താവന നിങ്ങൾ കണ്ടിട്ടുണ്ടാകും. ശ്രീധർ വെമ്പു എന്ന് പറയുന്ന നമ്മുടെ സോഹോയുടെ ഫൗണ്ടർ, അദ്ദേഹം പറഞ്ഞു, 20കളിൽ തന്നെ 20s തന്നെ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിവാഹം കഴിയണം, അവരുടെ കുട്ടികൾ ഉണ്ടാകുന്നത് അവിടെ നിന്ന് തുടങ്ങണം. പറഞ്ഞു കഴിഞ്ഞപ്പോൾ സോഷ്യൽ മീഡിയയിലൊക്കെ ചെറിയ പ്രശ്നമൊക്കെ ഉണ്ടായി. പക്ഷേ ശ്രീധർ വെമ്പു പഠിച്ചത് IIT മദ്രാസിലും PGയും PhDയും ചെയ്തത് പ്രിൻസ്റ്റൺ യൂണിവേഴ്സിറ്റിയിലുമായതിനാൽ അത് പറയാനുള്ള പ്രിവിലേജ് ശ്രീധർ വെമ്പുവിനുണ്ട്. അതിനാൽ അതിനെ നമ്മൾ വളരെ സ്വാഭാവികമായി നമ്മൾ എടുക്കുന്നു. പക്ഷേ ഇതേ ചോദ്യം കുടുംബത്തിലെ വല്യുമ്മ ചോദിച്ചു കഴിഞ്ഞാൽ ആ വല്യുമ്മ അപരിഷ്കൃതയാണെന്നും
കാര്യങ്ങൾ അറിയാത്തവരാണെന്നും വിചാരിക്കുന്ന ഒരവസ്ഥ നമ്മൾ ഉണ്ടാക്കുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടുന്നൊരു കാര്യം ശരിയാണ്, വല്യമ്മമാർക്ക് ഒരുപക്ഷെ വന്നുകൊണ്ടിരിക്കുന്ന AI കാലത്തെക്കുറിച്ചൊന്നും ഒരുപക്ഷെ അവർക്ക് അറിഞ്ഞു എന്ന് വരില്ല. പക്ഷെ അവർക്കുള്ള ചില ജീവിതാനുഭവങ്ങൾ എന്ന് പറയുന്നത് അവർക്കുണ്ട് എന്നുള്ളത് നമ്മൾ അറിയണം. അവരെ കല്യാണം കഴിച്ചിരുന്നത് 13-ാമത്തെയോ 14-ാമത്തെയോ വയസ്സിലായിരുന്നു. പിന്നീട് അവരുടെ മക്കളെ കല്യാണം കഴിച്ചത് 18-ഓ 20-ലോ ആയിരുന്നു. അതിനാൽ സ്വാഭാവികമായും തങ്ങളുടെ പേരക്കുട്ടികൾ ഒരു 22-23 വയസ്സാകുമ്പോഴേക്കെങ്കിലും വിവാഹം കഴിച്ച് പോകട്ടെ എന്ന് ചിന്തിക്കുന്നില്ലെങ്കിൽ ഒരു വല്യമ്മ എങ്ങനെയാണ് വല്യമ്മയാവുക? അതിനാൽ ഇത്തരം സംഗതികളെക്കുറിച്ച് ഈ നിരന്തരമായ പ്രബോധനങ്ങൾ നമ്മളുടെ ഈ വഴിക്ക് നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. പുതിയ പുതിയ കുറേ വാക്കുകൾ ഉണ്ട്. ആ വാക്കുകൾ വളരെ പ്രസക്തമാണ്, അല്ല എന്ന് ഞാൻ പറയുന്നില്ല. ടോക്സിക് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ, ട്രോമ എന്ന് ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. എന്ന് പറഞ്ഞാൽ നമ്മുടെയൊക്കെ കുടുംബങ്ങളിൽ ഉണ്ടാകുന്ന സ്വാഭാവികമായ അനുഭവങ്ങളെ പ്രശ്നവൽക്കരിക്കുകയും അതൊരു ഇൻഡസ്ട്രിയായി ഡെവലപ്പ് ചെയ്യുകയും ചെയ്യുന്ന ഒരു അവസ്ഥ വന്നിരിക്കുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. ഈ മുസ്ലിം സമൂഹത്തിൻ്റെ പരിസരത്ത് നിന്നുള്ള ആളുകൾ പോലും പലപ്പോഴും അതിൻ്റെ ടൂളുകളാക്കി ഉപയോഗപ്പെടുത്തപ്പെടുന്നു എന്നുള്ളത് നമ്മൾ അറിയേണ്ടതുണ്ട്. മാതാപിതാക്കളെക്കുറിച്ച് പറയുമ്പോൾ ട്രോമയെക്കുറിച്ച് പറയും, അവർ വളർത്തിയതിനെക്കുറിച്ച് പറയും. ശരിയാണ്, കഴിഞ്ഞ കാലത്തെക്കുറിച്ച് ആലോചിക്കുകയാണെങ്കിൽ ധാരാളം ട്രോമകൾ നമുക്ക് പറയാനുണ്ടാവും. നമ്മൾക്ക് കൊണ്ട അടികൾ, നമ്മൾ കേട്ട ചീത്തകൾ, നമ്മൾ സ്ത്രീകളെയും കുട്ടികളെയും കൈകാര്യം ചെയ്ത വിധങ്ങൾ, അതൊക്കെ ശരിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതത്ര ശരിയായിരുന്നില്ല എന്നുള്ളത് കൊണ്ടാണല്ലോ പിൽക്കാലത്ത് നമ്മൾ അതിൽ നിന്നൊക്കെ മാറി നടന്നത് എന്നുള്ളത് നമ്മൾക്കറിയാം. അതൊക്കെ എൻ്റെ ട്രോമയായിരുന്നു എന്ന് നമ്മൾ വിചാരിക്കുമ്പോൾ നമ്മൾ അറിയേണ്ടത് കുടുംബത്തിന് വളരെ പ്രധാനപ്പെട്ട ഒരു അടിസ്ഥാനമാണ് മാതാപിതാക്കൾ എന്ന് പറയുന്നത്. എന്തുകൊണ്ട് ജെറിയാട്രിക് കെയർ, പ്രായമായവരെ നോക്കുക എന്നുള്ളത് മുസ്ലിം സമൂഹത്തിൽ ഇന്നൊരു പ്രശ്നമാകുന്നില്ല എന്നല്ല, അതിനുവേണ്ടി മത്സരിക്കുന്ന അവസ്ഥ മക്കൾക്കിടയിൽ ഉണ്ടാകുന്നു. അല്ലറ ചില്ലറ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, അത് നിഷേധിക്കാൻ കഴിയില്ല. മനുഷ്യൻ എന്നുള്ള നിലക്ക് ചിലപ്പോൾ തോന്നും, ഞാൻ തന്നെ നോക്കണോ, കുറച്ച് അവിടെയും നോക്കിക്കൂടെ എന്നൊക്കെ തോന്നാം. ഒപ്പവും ഒരു സാമൂഹ്യ പ്രശ്നമായി എന്തുകൊണ്ട് വരുന്നില്ല എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, മാതാവിനോടും പിതാവിനോടുമുള്ള ബന്ധമെന്ന് പറയുന്നത് സ്വർഗപ്രവേശത്തിൻ്റെ അടിസ്ഥാനമായി തീരുമാനിക്കുന്ന ഒരു സാമൂഹ്യാവസ്ഥ അള്ളാഹുവിൻ്റെ റസൂൽ അള്ളാഹുവിൻ്റെ നിർദ്ദേശപ്രകാരം നമ്മൾക്ക് നിർണയിച്ചു തന്നിരിക്കുന്നു എന്നതിനാലാണ്. അതിനാൽ ചെറുപ്പത്തിലെ മദ്രസ ക്ലാസ്സുകളിൽ നമ്മൾ കേട്ടുവരുന്ന ഓരോ പാഠങ്ങളും ജീവിത സന്ദർഭങ്ങളിൽ നമ്മൾക്ക് ഓർമ്മ വരികയാണ്. പക്ഷേ ആ മാതാപിതാക്കൾ അവർ നിങ്ങളെ വളർത്തുന്ന കാലത്തുള്ള സാമൂഹ്യ ഘടന ഇന്നത്തെ സാമൂഹ്യ ഘടനയല്ല. സമൂഹത്തിൻ്റെ സാമ്പത്തികാവസ്ഥ ഇന്നത്തെ സാമ്പത്തികാവസ്ഥയല്ല. അതിനാൽ മാതാപിതാക്കളോട് നമ്മൾ പറയുമല്ലോ, നിങ്ങൾ നിങ്ങളുടെ കാലത്തെ മര്യാദകൾ മാത്രം കുട്ടികൾക്ക് പഠിപ്പിക്കാൻ ശ്രമിക്കരുത് എന്ന് പറയുന്നത് പോലെ തന്നെ ചെറുപ്പക്കാരായ ആളുകൾ ഓർക്കേണ്ടത് ഇന്നത്തെ സാഹചര്യമായിരുന്നില്ല 30 കൊല്ലം മുമ്പ്, 40 കൊല്ലം മുമ്പ് എന്നാണ്. പല പ്രാവശ്യം നമ്മളിവിടെ പറഞ്ഞതുപോലെ 2 നേരം ഒന്നിച്ച് അരിഭക്ഷണം കഴിക്കാൻ കഴിയാത്ത ഒരു സാമൂഹ്യ സാഹചര്യമായിരുന്നു മുസ്ലിം കമ്മ്യൂണിറ്റിയെ സംബന്ധിച്ച് മലബാറിൽ ഉണ്ടായിരുന്നത് എന്നുള്ളത് നമ്മൾ അറിയണം. മര്യാദകളുടെയും സാമൂഹ്യമായ പെരുമാറ്റങ്ങളുടെയും മാനദണ്ഡങ്ങൾ അന്നൊരൽപ്പം വ്യത്യസ്തമായിരുന്നു എന്നുള്ളത് നമ്മൾ അറിയണം. അതിനാൽ അന്ന് അവർ നമ്മൾക്ക് തന്ന ശിക്ഷണങ്ങൾ, അന്ന് നമ്മൾക്ക് അവർ തന്ന ചില അടികൾ, അതെല്ലാം വെച്ച് അതിൻ്റെ ട്രോമയാണ് ഞാൻ എൻ്റെ ജീവിതത്തിൽ അനുഭവിച്ചു കൊണ്ടിരിക്കുന്നത് എന്നങ്ങനെ പറഞ്ഞുകൊണ്ടിരുന്നാൽ നിങ്ങളുടെ ജീവിതം മറ്റൊരു ട്രോമയിലേക്ക് പോവുകയാകും സംഭവിക്കുക എന്നുള്ളത് നമ്മൾ അറിയണം. അതോടൊപ്പം ഓർക്കേണ്ടതുണ്ട്, എന്നും 22 വയസ്സല്ല നമ്മൾക്കുണ്ടാവുക. കാലചക്രം അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മൾ ചെറുപ്പമാണ് എന്ന് വിചാരിക്കുന്നതിന് ഇടയിൽ തന്നെ നമ്മുടെ മക്കളങ്ങനെ വളർന്നു വരുമ്പോഴാണ് നമ്മൾക്ക് പ്രായമായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ള യാഥാർത്ഥ്യം നമ്മൾ മനസ്സിലാക്കുക. മുമ്പ് ആവശ്യമില്ലാത്ത ചില മരുന്നുകൾ, മുമ്പ് ആവശ്യമില്ലാത്ത ചില കണ്ണടകൾ ദൈനംദിന ഉപയോഗത്തിന് ആവശ്യമായി വരുന്ന സന്ദർഭത്തിലാണ് നമ്മൾ അറിയുന്നത് നമ്മുടെ ആരോഗ്യം ക്ഷയിച്ചു കൊണ്ടിരിക്കുന്നു. അതിനാൽ വരും തലമുറയ്ക്കും ഇതുപോലെ ട്രോമകളെക്കുറിച്ച് പറയാനുണ്ടാകും. ശരിയാണ്, മനുഷ്യനൊരിക്കലും പെർഫെക്റ്റായി പെരുമാറാൻ സാധ്യമല്ല. പക്ഷേ അവർക്ക് മനസ്സിലായ രീതിയിൽ അവരുടെ കഴിവിൻ്റെ പരമാവധി നല്ല രീതിയിൽ ഞങ്ങളെ വളർത്താനാണ് ശ്രമിച്ചത് എന്നൊരു ആദരവ് നമ്മൾക്ക് നേരിട്ട എല്ലാ പ്രയാസങ്ങളോടും കൂടി നമ്മുടെ മാതാപിതാക്കളെക്കുറിച്ച് നമ്മൾക്കുണ്ടാകും. അപ്പോൾ നിങ്ങളെക്കുറിച്ച്, നിങ്ങളുടെ അടുത്ത് നിന്ന് വന്നു പോകുന്ന പിഴവുകളെക്കുറിച്ച് അത് മറന്നുകൊണ്ട് നിങ്ങളെക്കുറിച്ച് മതിപ്പ് പുലർത്തുന്ന ഒരു മക്കളായി നിങ്ങളുടെ മക്കൾ വളർന്നു വരും.
ഇപ്പോൾ തന്നെ നിങ്ങളുടെ മക്കൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ, വീട്ടിലെ മൂന്നാമത്തവനെയും നാലാമത്തവളെയും നിങ്ങൾ വളർത്തിക്കൊണ്ടിരിക്കുന്നത് ശരിയായ രീതിയിലല്ല എന്ന് പാരൻറ്റിങ് ക്ലാസ് മുതിർന്ന കുട്ടികൾ നമ്മൾക്ക് എടുത്തുകൊണ്ടിരിക്കുന്നുണ്ട്. എന്ന് പറഞ്ഞാൽ കാലത്തിനനുസരിച്ച് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് എനിക്ക് പറയാനുള്ളത്. കുടുംബമെന്ന് പറയുന്നത് അള്ളാഹു അവൻ്റെ ആയത്ത് എന്ന് വിശേഷിപ്പിച്ച വളരെ വലിയ ഒരു കാര്യമാണ്. അതിന് ഇടർച്ച, അതിന് തകർച്ച നമ്മളുടെ കയ്യിൽ നിന്ന് വന്നു പോകുന്ന എന്തെങ്കിലും ചെറിയ പിഴവുകൾ കൊണ്ട് വന്നു പോകരുത് എന്ന് നമ്മൾ ചിന്തിക്കണം. പ്രത്യേകിച്ചും ഭർത്താക്കന്മാരായ ആളുകളോട് എനിക്ക് പറയാനുള്ളത്, സ്ത്രീകളായ ആളുകളോട് പലപ്പോഴും നമ്മുടെ പെരുമാറ്റം, ഇണകളായ ആളുകളോടുള്ള നമ്മുടെ പെരുമാറ്റം എന്ന് പറയുന്നത് ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ നമ്മൾ കണ്ടു ശീലിച്ച രീതിയിലായിരിക്കും നമ്മൾ പ്രയോഗിക്കുക. ഒരുപക്ഷെ വളരെ സ്വാഭാവികത എന്നുള്ള രീതിയിലാവും. അതൊരിക്കലും ഒരു ഹരാസ്മെൻ്റ് ആവുന്നുണ്ടെന്നോ അത് പ്രയാസകരമാവുന്നുണ്ട് എന്നോ തിരിച്ചറിയാൻ ഒരുപക്ഷെ നമ്മൾക്ക് കഴിയുന്നുണ്ടാവില്ല. പക്ഷേ നമ്മുടെ കൂടെ താമസിക്കുന്ന ആളുകൾക്ക്, ജീവിതം മുഴുവൻ നമ്മുടെ കൂടെയാണ് എന്ന് വിചാരിക്കുന്ന ആളുകൾ തമ്മിൽ പരസ്പരം പെരുമാറുമ്പോൾ അപ്പുറത്തുള്ള ആളുകളുടെ ഇഷ്ടാനിഷ്ടങ്ങൾ ശരിയായ രീതിയിൽ, ഒരുപക്ഷെ ശരി നമ്മുടെ അടുത്ത് നിങ്ങളുടെ അടുത്തുണ്ടെങ്കിൽ പോലും മറ്റൊരാൾക്ക് ഇഷ്ടമില്ല എന്നുള്ള സംഗതി, ഹലാലായ ഒരു കാര്യം പോലും കുടുംബജീവിതത്തിൻ്റെ ഭദ്രതയ്ക്ക് വേണ്ടി വേണ്ട എന്ന് വെക്കാൻ നമ്മളെ പ്രേരിപ്പിക്കേണ്ടതുണ്ട്. അപ്പോൾ മാത്രമാണ് സമാധാനപൂർണ്ണമായ ഒരു ജീവിതം സാധ്യമാവുക എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. അല്ലാത്ത പക്ഷം ഞാൻ തുടക്കത്തിൽ ഓതിവെച്ച സൂറ നൂറിലെ ആയത്തുണ്ട്. അതിൽ അള്ളാഹു പറയുന്നുണ്ട്, കാഫിറുകളായ ആളുകൾ, നിഷേധികളായ ആളുകൾ, അള്ളാഹുവിൻ്റെ ദീനിൻ്റെ സൗന്ദര്യം മനസ്സിലാക്കാൻ കഴിയാത്ത ആളുകൾ, അവരിങ്ങനെ വേറെ പലതിൻ്റെയും പിറകിൽ ഓടിക്കൊണ്ടിരിക്കുകയാണ്. മരീചികയാണത്, മിറാഷാണത്, വെള്ളമാണ് എന്ന് നിങ്ങൾ വിചാരിക്കും. ഒരുപക്ഷെ നിങ്ങളുടെ ചോരത്തിളപ്പിൽ, പ്രായക്കുറവിൽ നമ്മൾ വിചാരിക്കും ഈ കുടുംബത്തിൻ്റെ ചങ്ങലക്കെട്ടുകളെല്ലാം പൊട്ടിച്ച് ഞാനങ്ങ് പോവുകയാണ്. എങ്ങോട്ടാണ് നമ്മൾ പോകുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം. ആയത്തിൽ അള്ളാഹു പറയുന്നുണ്ട്, നിങ്ങൾ അവിടെ അള്ളാഹുവിനെ കണ്ടുമുട്ടും. മരീചിക എന്ന് വെള്ളമെന്ന് വിചാരിച്ചിടത്ത് വെള്ളമുണ്ടാവില്ല. ലം യജിദ്ഹു ശൈഅൻ വവജദല്ലാഹ ഇൻദഹു ഫവഖഹു ഹിസാബ്. അങ്ങനെ നിങ്ങൾ വെള്ളമുണ്ട് എന്ന് വിചാരിച്ചെങ്കിൽ ചെല്ലും. അവിടെ ചെല്ലുമ്പോൾ മനസ്സിലാവും കഴിഞ്ഞ കാലം വരെ ഓടിക്കൊണ്ടിരുന്നതൊന്നും, ഇതുവരെ ഓടിയതൊന്നും വെള്ളത്തിൻ്റെ പിറകിലായിരുന്നില്ല, ജീവിതം നഷ്ടത്തിലാണ് പറ്റിയത് എന്ന് വിചാരിക്കും. ജീവിതത്തിൽ എല്ലാ ഘട്ടത്തിലും പറ്റിയ നഷ്ടങ്ങളെ ഓർത്ത് തിരിഞ്ഞു നടക്കാൻ പറ്റുന്ന അവസ്ഥയിലാവുകയില്ല മനുഷ്യജീവിതം എന്നുള്ളത് നമ്മൾ ഓർക്കണം. അതൊരൊറ്റ പ്രാവശ്യം മാത്രം അള്ളാഹു നമുക്ക് തന്നിരിക്കുന്ന കാര്യമാണ്. അതിനാൽ അള്ളാഹു നമുക്ക് നൽകിയ ഈ കുടുംബമെന്ന് പറയുന്ന മഹിതമായ സംഭവത്തെ ഒരു നല്ല അനുഭവമാക്കി മാറ്റാനുള്ള പരിശ്രമം എന്ന് പറയുന്നത് നമ്മളുടെ മുഴുവൻ ആളുകളുടെയും പ്രവർത്തനത്തിൻ്റെ ഭാഗമാകട്ടെ. അപ്രകാരം അള്ളാഹുവിൻ്റെ ആയത്തിനെ, അവൻ്റെ ദൃഷ്ടാന്തത്തെ കാണാൻ കഴിയുന്ന ഭാഗ്യവാന്മാരായ അവൻ്റെ അടിയാറുകളുടെ കൂട്ടത്തിൽ അള്ളാഹു നമ്മെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ കുടുംബഘടനയെ അവൻ വളരെ ഭദ്രമാക്കി നിലനിർത്തുമാറാകട്ടെ. അതിൽ വന്നുകൊണ്ടിരിക്കുന്ന അനാരോഗ്യകരമായ പ്രവണതകളെ, ഫാഹിഷത്തുകളെ, അശ്ലീലതകളെ നോർമലൈസ് ചെയ്യുന്ന സാഹചര്യം നമ്മുടെ ഒരു പ്രവർത്തനത്തിലും അള്ളാഹു ഇല്ലാതാക്കുമാറാകട്ടെ.